ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അതായത് 27 സൺഡേ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ വക സാധാരണ എല്ലാ വർഷവും അവസാനം പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇത്തവണ കോവിഡിൻ്റെ ഇഷ്യൂ ഒക്കെ കാരണം അങ്ങനെ പ്രോഗ്രാംസ് ഒന്നും നടത്താനായിട്ട് നിവൃത്തിയില്ല. പക്ഷെ എല്ലാ വീടുകളിലേക്കും നമുക്ക് ബിരിയാണിയൊക്കെ തരുന്നുണ്ട്. അപ്പം നമ്മൾ ബിരിയാണി വാങ്ങിക്കാനായിട്ട് വൈകുന്നേരമാണ് പോകുന്നത്. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മളൊന്ന് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ക്ലിപ്പിങ്സൊക്കെ എടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കാം. ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പോവാം. ഇത്തവണ കോവിഡൊക്കെ ആയത് കാരണം ആർക്കും അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കാരണം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും എന്ന് വിചാരിക്കണു. അതുകൊണ്ടാണ് അതെ അപ്പം എവിടെ റെഡി ആവുന്നുണ്ട്, കാണുന്നുണ്ടോ? എവിടെ പോയി? അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. ദേ അവിടെ നിൽപ്പുണ്ട്. അമ്മ അകത്താണ് കേട്ടോ, ഭയങ്കര കുക്കിങ്ങിലാണ്. ഇന്ന് നെയ്ച്ചോറ് ചിക്കനൊക്കെ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനില്ല. നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നു. ജസ്റ്റ് അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ത് സ്പീഡിൽ പച്ചക്കറികളൊക്കെ അരിയുന്നത്. അവർ സ്ഥിരം ചെയ്യുന്ന കാരണം, ബൾക്കായിട്ടൊക്കെ സ്ഥിരം ചെയ്യുന്ന കാരണം നല്ല രസമായിട്ട് നല്ല സ്പീഡിൽ അരിയുന്നത്. ഞാനത് കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. അത് കണ്ടോ, നല്ല ഞൊടിയിടയിലാണ് എല്ലാം അരിയുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഡെയിലി വീടുകളിലൊക്കെ അങ്ങനെ നമ്മുടെ ആൻറ്റിമാരും അമ്മച്ചിമാരൊക്കെ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ആദ്യം ഇവിടെ റെഡി ആക്കുന്നത്. കാരണം ചിക്കൻ്റെ പ്രിപ്പറേഷനാണല്ലോ കുറച്ച് സമയം എപ്പോഴും വേണ്ടത്. അപ്പോൾ ചിക്കൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കണ്ടോ, ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കിസ്മിസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഫൈനൽ ഡെക്കറേഷന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. വലിയ ഉരുളിയിൽ അങ്ങനെ ചിക്കൻ ദേ കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഇനിയുണ്ട് കുറച്ചും കൂടി. ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിട്ട് ഇത് കാണാൻ. അത് പോവില്ല. ഞാൻ ഫുൾ ടൈം ഈ ഒരു സെക്ഷനിലായിരുന്നു. കാരണം പച്ചക്കറിയൊക്കെ അതേ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, അത് ഭയങ്കര ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണം. കണ്ടോ, എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. ഹലോ, അപ്പോൾ നമ്മൾ റെസിഡൻസിൻ്റെ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എല്ലാവരും പറയും കേട്ടോ, വ്ളോഗൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഒരു ഡിഫറൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പം മോളും കൂടെ രാവിലെ ഒന്ന് പോയേച്ച് പോന്നു. എനിക്ക് കിച്ചണിൽ ഉച്ചത്തേക്കുള്ള ഇച്ചിരി പരിപാടി ഉള്ളതുകൊണ്ട് ആ ടൈമിൽ ഞാൻ പോയില്ല. ഇവര് രണ്ടുപേരും കൂടെ ഇവിടെ അടുത്ത് തന്നെയാട്ടോ സംഭവം നടക്കണത്. ഞാൻ പോയില്ല. ഞാൻ ആ ടൈമിൽ ഇതേ ഇവിടെ ഓരോ പരിപാടി ഒന്ന് ചെയ്യാണ്. അപ്പൊ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് വേഗം തന്നെ ക്യാമറ നമ്മൾ ഇവിടേക്കാണ് സൂം ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടത്തെ കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും നമ്മൾ അവിടേക്ക് പോകും. കാരണം അവിടെ പാക്ക് ചെയ്യാൻ പോകുമ്പോ നമുക്ക് കാണണ്ടേ.
അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഇതായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ചെയ്തത് രാവിലെ തന്നെ. അതായത് ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ ഉച്ചത്തേക്കുള്ള ചിക്കൻ റെഡിയായി ഇരിക്കണം ഇവിടെ. ചിക്കൻ്റെ റെസിപ്പി നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ചിക്കൻ റോസ്റ്റ് എടുക്കാതിരുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും അവിടെ പോയിരിക്കുകയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനി നമുക്ക് റൈസിനുള്ള പരിപാടി നോക്കാം. അതെ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത് നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്ന നെയ്ച്ചോറാണ്. അപ്പോ ഇന്ന് ഫുൾ ബിരിയാണി, നെയ്ച്ചോറും ചിക്കനും ഒക്കെയാണ് ഇന്ന് ഫുൾ കഴിക്കണേ. നമ്മൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം വൈകിട്ട് ഇന്ന് രാത്രി റെസിഡൻസിന്റെ വക ബിരിയാണി നമുക്ക് വേറെ ഉണ്ട്. അതിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇനി ബിരിയാണി വാങ്ങാൻ പോണതും കാണിക്കാം കേട്ടോ. നമ്മുടെ നെയ്ച്ചോറ് ഇതാ, നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തു. ദേ നമ്മുടെ സൂപ്പർ നെയ്ച്ചോറാണ്, കണ്ടോ? അടിപൊളിയായിട്ടുണ്ട്, നല്ല കിട്ടു നെയ്ച്ചോറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ചൂട് നെയ്ച്ചോറാണ് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, ടേസ്റ്റിനെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. സൂപ്പറാണ്. ഞാനിത് വേഗം കഴിക്കാൻ പോവാ. ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോവാ കേട്ടോ, വേഗം പിടിച്ചിരിക്കാൻ വയ്യ. പിന്നെ ദേ ചിക്കൻ റോസ്റ്റ്, അതും യമ്മി ആയിട്ടുണ്ട്. അമ്മയുടെ ഇത്തവണത്തെ എല്ലാം നല്ല സൂപ്പർ യമ്മി ഡിഷസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ തൈര് സാലഡും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അത് ഡെസേർട്ട്. ഇന്നലത്തെ പുഡിങ്ങിന്റെ ബാക്കി ഇരുന്നതാണ് കേട്ടോ. അതെ, അതുകൊണ്ട് കുഞ്ഞു ബൗളിലേ ഉള്ളൂ. അത് ഇന്നലത്തെ ബാക്കിയാണ്. ഡബിൾ ലെയർ ആണ്, പക്ഷെ ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു. അതാണ് കുറച്ച് ഉണ്ടാക്കിയായിരുന്നോളൂ. അതെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. നമുക്ക് കഴിക്കാം. ഇന്നത്തെ ലഞ്ചാണ്. സൂപ്പറാണ്. വേഗം കഴിക്കട്ടെ കേട്ടോ, ഇനിയിപ്പോ ധൃതിയായി കഴിക്കാൻ. അപ്പൊ ഇന്ന് നമ്മൾ ബിരിയാണി ഒക്കെ രാവിലെ ഉണ്ടാക്കുന്നത് കാണാനായിട്ടൊരു സ്ഥലത്ത് പോയില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് നെയ്ച്ചോറൊക്കെയാണെന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. ഇനി നമ്മൾ ബിരിയാണി വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് വാങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗ് എടുത്തു. അമ്മതേ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. പുറപ്പെട്ടോ, ഞങ്ങള് ഡോറൊക്കെ ലോക്ക് ചെയ്ത് വെച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാമെങ്കിൽ എടുക്കാമെന്ന് കരുതണം അല്ലേ? അതെ, ഡോറ് ലോക്ക് ചെയ്ത് വെച്ച് വരട്ടെ. ഒരു ഇടവഴി കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നാട്ടിൻപുറത്തെ ഇടവഴികൾ ഞങ്ങളുടെ കാണാൻ പോലും കിട്ടില്ല. നല്ല രസമല്ലേ കാണാൻ? ഞങ്ങളുടെ വീടിന്റെ സമീപത്തുള്ള ഇടവഴിയാണ്. ഞങ്ങളത് റെസിഡൻസിന്റെ ആ പ്രോഗ്രാം നടക്കണതിന്റെ സ്ഥലത്തേക്ക് പോവാട്ടോ. അവിടെ മൊത്തം കാണിച്ചു കൊടുക്കാൻ വേണം ഏരിയ. നാട്ടിൻപുറത്തെ ഇടവഴികളാ, നല്ല രസമാണ് കാര്യം. ഈ സമയത്ത് റോട്ടിലൊക്കെ വെയിലുണ്ടെങ്കിലും കണ്ടോ, മരങ്ങൾ നിൽക്കണോണ്ട് രണ്ടു വശത്തും ഓരോരുത്തരുടെ സ്ഥലങ്ങളിലെ മരങ്ങൾ കാരണം നല്ല തണലാ റോഡ്. അതെ അതെ, നല്ല പാടം, നല്ല കാറ്റ് അല്ലേ. ഇന്നിപ്പോ വൈകുന്നേരം ആയതുകൊണ്ട് അവിടെ നിന്നാണ് സൺ വരുന്നത്, അതുകൊണ്ട് ഇത്തിരി വെയിലടിക്കണം മുഖത്തേക്ക്. പക്ഷെ നല്ല ഇടവഴികളാട്ടോ, നല്ല രസമാണ്. സുഖം. ഇത് പണ്ടത്തെ ഒരു സ്കൂളായിരുന്നു കേട്ടോ, ഇപ്പോൾ വർക്കിംഗ് അല്ല. കണ്ടോ എന്ത് നല്ല ഗ്രാമപ്രദേശമാണെന്ന് നോക്കിയേ. കണ്ടോ പണ്ടത്തെ പൂക്കളും കായ്കളും ചെടികളും. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്ന ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ടാട്ടോ. ഈ പൂവിന് നമ്മുടെ അവിടെയൊക്കെ മാങ്ങാനാറി എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുകയെന്ന് അറിയില്ല. പല കളറിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. പ്രത്യേകിച്ച് സമ്മർ സീസണിലാണ് അത് കാണാറ്. ഈ ടൈം തൊട്ട് നമുക്കതങ്ങനെ കാണാം. ഇങ്ങനെ പല കളറിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, ആഹാ എന്ത് രസമാണെന്ന് നോക്കി. ഇനിയിപ്പോൾ പാക്ക് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല, ബിരിയാണി റൈസും എല്ലാ സംഭവങ്ങളും ഒക്കെ സെറ്റായി. സാലഡ് കുറച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കാനുണ്ട്. പിന്നെ എല്ലാം ഒന്ന് പാക്ക് ചെയ്യേണ്ട ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. ഈ ചേട്ടന്മാരാട്ടോ ഉണ്ടാക്കിയത്. വേറെ ഇഷ്ടം പോലെ പരിപാടികൾ ചെയ്യണ്ടെന്ന്, പക്ഷെ അവർ ഒത്തിരി ഉണ്ടാക്കണില്ലാന്നോ. എല്ലാവരെയൊക്കെ കാണുമ്പോൾ ഒന്ന് വിശേഷം പങ്കുവെക്കാനായിട്ട് ചെറിയൊരു അവസരം ഞങ്ങൾ വിനിയോഗിച്ചതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനൊക്കെ വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ച് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കും.
നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഒരു ഒത്തൊരുമയോടുകൂടി ചെയ്യുമ്പോഴേ അത് നല്ലൊരു രസകരമായിട്ട് വന്നു. അപ്പോൾ ഇത് സാലഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ റെഡിയായി. നമ്മൾ ഇത് പാക്കിംഗ് ആണ് കേട്ടോ, അച്ചാറൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ആ കിട്ടിയിരുന്നത് ഓക്കെ. അപ്പം ഇത് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടവേളയിൽ കഴിക്കാനായിട്ടുള്ള കപ്പ ഇറച്ചിയും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ടോ? അതൊരു പ്രാവശ്യം നമ്മുടെ ഓണം പരിപാടി അത് കഴിഞ്ഞിട്ട് മതി. നമുക്ക് പോകേണ്ട വരുമല്ലോ പാലക്കാട്. കോഴി വിളമ്പുന്ന അവസാനം വരെ കാണണം കേട്ടോ. അത് നന്നാരണം പറ്റും. 4, 8, 12, 16, 16, 40, 64. അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. 3 ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. സാലഡും അച്ചാറും ഒക്കെ ഉണ്ട്, അത് സെപ്പറേറ്റ് പാക്കിലാണ്. ബിരിയാണി വാങ്ങണതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു. എല്ലാവരുടെയും ആ ഒരു ഒത്തൊരുമ ബിരിയാണിയുടെ ടേസ്റ്റിലും ഉണ്ടായിരുന്നു. നന്നായിട്ട് വന്നു. ഇതിൻ്റെ ഡെക്കറേഷൻ സെക്ഷൻ ചെയ്തത് അപ്പയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയുണ്ടെന്ന് തുറക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് എടുത്തതാട്ടോ. അതേ കണ്ടോ, ബിരിയാണി തുറക്കാൻ പോവാണ്. ആഹാ സൂപ്പർ. ഈ ഡെക്കറേഷൻ ചെയ്തത് അപ്പയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഫോമിലുള്ള ബിരിയാണി. അപ്പോൾ ഈ ബിരിയാണി ഇന്ന് നമ്മൾ കഴിക്കുന്നതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. എൻഡിങ് സെക്ഷൻ എടുക്കാൻ പറ്റിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി വേഗം കഴിച്ചു. അങ്ങനെ അടിപൊളിയായി. നല്ലൊരു ക്രിസ്മസും അങ്ങനെ കടന്നുപോയി. അപ്പോൾ എല്ലാവർക്കും ഇനി നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.